സിറ്റുവേഷൻഷിപ്പ്, അതായത് ഒരാളെ ലവറെ പോലെ കൊണ്ടു നടന്ന് മാക്സിമം അടുപ്പം കാണിച്ച് പെരുമാറുക. ഇയാൾ കരുതുന്നത് ഇവർ കമ്മിറ്റഡ് ആയെന്നാണ്. പക്ഷെ കമ്മിറ്റ് ആവുന്നതിനെ പറ്റി ചോദിച്ചാൽ എനിക്ക് എന്താ വേണ്ടെന്ന് അറിയില്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, ഞാനിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ആയിരിക്കും മറുപടി. ഇതുപോലൊരു ബന്ധത്തില് ഒരാൾ എന്താ വേണ്ടെന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ അതിന് ഒരു മീനിങ് ഉള്ളൂ. എന്താ വേണ്ടെന്ന് അറിയില്ല, പക്ഷെ ഒന്നറിയാം, നിന്നെ എന്തായാലും വേണ്ട. ഞാൻ കൺഫ്യൂസ്ഡ് ആണ് മീൻസ് നിന്നെ എന്തും പറഞ്ഞ് കളയുന്നുള്ള കാര്യത്തിലേ കൺഫ്യൂഷൻ ഉള്ളൂ, അല്ലാതെ ഒഴിവാക്കുന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനേ ഇല്ല. സിറ്റുവേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റ് ആവശ്യമില്ല അത്ര. മിക്കപ്പോഴും ഇതിൽ ഒരാൾ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻഷിപ്പ് മൈൻഡിൽ നിൽക്കുന്നത്. അയാളാണ് ഡിസിഷൻ മേക്കർ, അയാളുടെ കയ്യിലാണ് പവർ. നിങ്ങൾ അയാളുടെ കളിപ്പാട്ടമായി ചരടിൽ തൂങ്ങി കൂടെ നടന്ന വെറും ഒരു പാവം. ബാക്കി കറങ്ങിയടിക്കാനും ചളിയടിച്ചിരിക്കാനും ചുമ്മാ കൂടെ നടത്താനൊക്കെ നീ ഓക്കെയാണ്, പക്ഷെ എന്നോട് കമ്മിറ്റഡ് ആവാൻ നീ പോരാ എന്ന് സാർ. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഒരു പെൺകുട്ടി ഇരുന്ന് പറയുന്നുണ്ട്, ബോയ്സിനോട് അങ്ങോട്ട് പോയി ഐ ലവ് യു പറയും, അപ്പൊ അവർ ചാറ്റ് ചെയ്യും, കുറച്ചു കാലം കളിപ്പിച്ച് കഴിഞ്ഞാൽ അവരെ ബ്ലോക്ക് ചെയ്ത് പോകും. ഇതൊരു മനസ്സുഖമാണെന്ന് കൊഞ്ചിക്കൊണ്ട് അവൾ ചിരി പൊഴിക്കുന്നു. അത് കണ്ട് ഇന്റർവ്യൂർ പൊട്ടി പൊട്ടി ചിരിക്കുന്നു. സ്വന്തം താൽക്കാലിക സന്തോഷത്തിനുള്ള ഉപകരണങ്ങളായി മറ്റുള്ളവരെ കാണുന്നവർക്ക് ഇതൊരു മനസ്സുഖോ തമാശയൊക്കെ ആയിരിക്കാം, പക്ഷെ ഇതിലൂടെ കടന്നുപോയവർക്ക് ഇതൊരു ട്രോമയാണ്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം, മനസ്സൊന്ന് നേരെയാവാൻ കാലങ്ങൾ എടുക്കാം. ഉയരങ്ങളിലെത്തേണ്ട പലരും അവരുടെ നല്ല സമയങ്ങൾ ഈ ചതിക്കുഴിയിൽ വീണ് നഷ്ടപ്പെടുത്തിയേക്കാം. ഇതൊക്കെ മനസ്സിലായാൽ പോലും വിട്ടുപോരാനാകാതെ സകല ഡിഗ്നിറ്റിയും കളഞ്ഞ് അവരുടെ പിറകെ നടന്ന് ഒടുക്കം അവരിട്ടിട്ട് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു പോവും, ഇറ്റ് വാസ് എ സിറ്റുവേഷൻഷിപ്പ്. ഇഷ്ടമില്ലാത്തവരെ ചുമക്കണമെന്നല്ല, അറിഞ്ഞുകൊണ്ട് കളിപ്പിച്ചിട്ട് അതിനൊരു പേരൂട്ട് നോർമലൈസ് ചെയ്യരുത്.